ഈ സൈബർ തട്ടിപ്പ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് 2-3 തരത്തിലുള്ള തട്ടിപ്പുകളാണ്. ഏറ്റവും പ്രധാനം നിക്ഷേപ തട്ടിപ്പുകൾ തന്നെയാണ്. ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി, പ്രധാനമായിട്ടും ഫേസ്ബുക്ക് ആഡ്, ഗൂഗിൾ ആഡൊക്കെ വഴി നമ്മളെ തേടി വരുന്ന നിക്ഷേപ ഓപ്ഷൻസ്, നമ്മളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ, ആ പരസ്യങ്ങളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയും നമ്മളതിൽ ആകർഷിതരാകുകയും നമ്മളെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും ചേർക്കുന്നു. അതിനുശേഷം നമ്മളെ പലതരത്തിലുള്ള അക്കൗണ്ടുകളിലേക്ക് ഒരു വെബ്സൈറ്റ് മുഖാന്തരം നമ്മളെ പൈസ നിക്ഷേപിക്കുന്നു. ഈ വെബ്സൈറ്റിൽ നമുക്ക് കിട്ടുന്ന വലിയ ലാഭങ്ങൾ തെളിഞ്ഞ് കാണുന്നുണ്ടെങ്കിലും ഈ ലാഭം ഒന്നും തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ കഴിയുന്നതല്ല. അപ്പോൾ പലപ്പോഴും വലിയ തുക നിക്ഷേപിച്ചതിന് ശേഷമാണ് ഇത് പിൻവലിക്കാൻ കഴിയാതെ വരികയും തട്ടിപ്പാണെന്ന് മനസ്സിലാകുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം തട്ടിപ്പാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത്. പിന്നീട് പൊതുവേ വരുന്ന ഒരു തട്ടിപ്പ് എന്ന് പറയുന്നത് വ്യാജ അന്വേഷണ ഉദ്യോഗസ്ഥർ ചമഞ്ഞുള്ള തട്ടിപ്പാണ്. ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ കോമൺലി പറയുന്ന തരത്തിലുള്ള ഫേക്ക് ലോ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ ഫ്രോഡ് എന്ന് നമുക്ക് പറയാം. അതിൽ നമ്മൾ ഏതോ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് നമ്മളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് വ്യാജ വാറണ്ടുകൾ, വ്യാജ ഇമെയിലുകൾ ഒക്കെ അയച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തി നമ്മളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് അവരുടെ പരിശോധനയ്ക്ക് വേണ്ടി നമ്മുടെ ബാങ്കിലെ അക്കൗണ്ടിലുള്ള പണം മുഴുവൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തട്ടിപ്പ്. ഈ തട്ടിപ്പ് കേരളത്തിൽ പൊതുവെ ഇന്ത്യ ഒട്ടാകെ വെച്ചുള്ള ട്രെൻഡ് നോക്കുമ്പോൾ ഈ വ്യാജ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ തട്ടിപ്പ് കേരളത്തിൽ പൊതുവെ കുറവാണ്. ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഒട്ടുമിക്കവാറും ഒരു അത്യാവശ്യമൊക്കെ അവയർനെസ് ഉള്ള ആൾക്കാരായതുകൊണ്ടായിരിക്കാം. ഇതാണ് പൊതുവേ കണ്ടുവരുന്ന 2 തരത്തിലുള്ള തട്ടിപ്പ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ നമ്മളിൽ നിന്നും കൈക്കലാക്കിക്കൊണ്ട് അത് ഉപയോഗിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് നടത്തുന്ന തരത്തിലുള്ള തട്ടിപ്പുകൾ ഇപ്പോഴും ഉണ്ട്. അത് പണ്ട് OTP ഫ്രോഡ് എന്ന നിലയ്ക്ക് ആണത് ആദ്യമായി 2017-18 കാലത്തൊക്കെ തുടങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളെക്കൊണ്ട് ഏതെങ്കിലും മൊബൈൽ ആപ്ലിക്കേഷൻസ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുന്നത് വഴിയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. അപ്പോൾ നമ്മളെ എന്തെങ്കിലും പറഞ്ഞ് സ്വാധീനിച്ച് ഒരു ലിങ്ക് നമുക്ക് വാട്സാപ്പിലൂടെ അയച്ചു തരികയും അതുവഴി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യും. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലുള്ള അപകടം എന്ന് പറയുന്നത്, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ നിയന്ത്രണം അവർക്ക് ലഭ്യമാകും. നമ്മുടെ ഫോണിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ലൈവായി കാണാൻ കഴിയുന്ന രീതിയിലുള്ള റിമോട്ട് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ആണ് പലപ്പോഴും നമ്മളെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടത്തുന്ന ബാങ്ക് ട്രാൻസാക്ഷൻസ് എല്ലാം അവർക്ക് ദൂരത്തിരുന്നു കൊണ്ട് തന്നെ നിരീക്ഷിക്കുകയും നമ്മുടെ അക്കൗണ്ട് നമ്പർ, പാസ്വേഡ്സ്, OTP ഇതൊക്കെ കൈക്കലാക്കി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻസ് നടത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ OTP ഷെയർ ചെയ്യേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൊബൈലിൽ നിന്ന് OTP അവർക്ക് ലഭ്യമാകുന്ന രീതിയിലുള്ള സംവിധാനത്തിലൂടെയാണ് ഇപ്പോൾ OTP ഫ്രോഡ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്ന്, ഈ സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന നിക്ഷേപങ്ങളിലേക്ക് സ്വാധീനിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ, അതിന് പിന്നാലെ പോവാതിരിക്കുക. അത്തരം നിക്ഷേപങ്ങളിൽ നമ്മൾ ടെലിഗ്രാം വഴിയും വാട്സാപ്പ് വഴിയൊക്കെ വരുന്ന നിക്ഷേപങ്ങളിൽ നമ്മൾ വീഴാതിരിക്കുക. 2, വെർച്വൽ അറസ്റ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റ് ഒരു സംവിധാനം ഇല്ല. ഇന്ത്യയിലെ ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയും ഒരാളോട് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടില്ല. ഏത് അക്കൗണ്ടും മരവിപ്പിക്കാനുള്ള അധികാരമുള്ള CBI എന്തിനാണ് ഒരാളോട് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്? മൂന്നാമതായി നമുക്ക് ഈ വിഷയത്തിലുള്ളത്, ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത്, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന ആപ്പിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ iOSലോ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ലഭ്യമല്ലാതെ ലിങ്കുകളിലൂടെ പ്രചരിക്കുന്ന ടെലിഗ്രാം, വാട്സാപ്പ് പോലുള്ള സാമൂഹിക മാധ്യമങ്ങൾ വഴി ലിങ്കുകളിലൂടെ പ്രചരിക്കുന്ന ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ മിനിമം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് സൈബർ സുരക്ഷ നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയും. 2020 കണക്ക് എങ്ങനെയാണ്? നിലവിൽ എത്ര കോടിയുടെ തട്ടിപ്പാണ് സംസ്ഥാനത്ത് മാത്രം? ഏറ്റവും കൂടുതൽ ഏത് ജില്ലയിലാണ്? ഈ തട്ടിപ്പിൻ്റെ കണക്കുകൾ നമ്മൾ പൊതുവേ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒട്ടാകെ ഏകദേശം 20,000 കോടിയിൽ കൂടുതൽ സാമ്പത്തിക സൈബർ തട്ടിപ്പ് നടന്നതായാണ് കണക്കാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി കേരളത്തിൽ ഒരു 500 കോടിയിൽ പരം തട്ടിപ്പ് 2024 നടന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഒരു കണക്കൂട്ടൽ. അപ്പോൾ ഇതിൽ നല്ലൊരു ശതമാനവും, ഓൾമോസ്റ്റ് 80% എനിക്ക് തോന്നുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ് തട്ടിപ്പുകളാണ്. മറ്റൊരു 10% വ്യാജ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ തട്ടിപ്പുകളായിരിക്കും. മറ്റെല്ലാ തട്ടിപ്പുകളും കൂടി ചേർന്നുകൊണ്ട് ഒരു 10%. ഈ രീതിയിലാണ് കേരളത്തിലുള്ള ട്രെൻഡ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ തന്നെ നല്ലൊരു ഭാഗം തട്ടിപ്പും നമ്മൾ നിക്ഷേപകരെ തേടിപ്പോയി നമ്മൾ നിക്ഷേപിച്ച് പണം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള തട്ടിപ്പാണ്. അപ്പോൾ ഈ സാമൂഹിക മാധ്യമങ്ങൾ വഴി വരുന്ന നിക്ഷേപ വാഗ്ദാനങ്ങളെ പൂർണ്ണമായും തിരസ്കരിച്ചാൽ തന്നെ ഏകദേശം 80% സൈബർ കുറ്റകൃത്യം നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരള പോലീസ് ഈ തട്ടിപ്പ് തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ സൈബർ മേഖലയിൽ ഏത് തരത്തിലാണ് അതിൻ്റെ പ്രവർത്തനം? പലതരത്തിലാണിതുള്ളത്. ഒന്ന്, നമുക്ക് 1930 എന്ന് പറയുന്ന സൈബർ ഹെൽപ്പ് ലൈൻ 24 hours പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈനാണ്. ഇത് സൈബർ ഡിവിഷനിലാണത് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടായാലും നമുക്ക് ഈ സൈബർ ഹെൽപ്പ് ലൈനിൽ നമുക്ക് വിളിച്ച് അന്വേഷിക്കാം.
നമുക്കൊരു സാമ്പത്തിക കുറ്റകൃത്യം വഴി അല്ലെങ്കിൽ ഒരു സൈബർ കുറ്റകൃത്യം വഴി നമുക്ക് പണം നഷ്ടപ്പെട്ടാൽ ഏറ്റവും ഇമ്മീഡിയറ്റ്ലി നമ്മൾ 1930 എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ പണം ഏതെങ്കിലും ഡിജിറ്റൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ വാലറ്റിൽ അല്ലെങ്കിൽ ഒരു മെർച്ചൻഡൈസിൻ്റെ കയ്യിൽ ഈ പണം നിലവിലുണ്ടെങ്കിൽ നമുക്കത് ബ്ലോക്ക് ചെയ്യാനും ഈ തട്ടിപ്പിനിരയായ ആൾക്ക് ഇത് തിരികെ നൽകാനും സാധിക്കും. അപ്പോൾ അതിനുള്ളൊരു നെറ്റ്വർക്ക് നമുക്ക് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ഉണ്ട്. അപ്പോൾ 1930 എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നതുകൂടി ഈ പണം തിരികെ കിട്ടുന്നതിനുള്ള ചാൻസസ് കൂടുകയാണ്. അതോടൊപ്പം തന്നെ 2024 സൈബർ ഡിവിഷൻ ഫെബ്രുവരി മാസത്തിലാണ് നിലവിൽ വന്നത്. അപ്പോൾ അതോടുകൂടി സൈബർ ഡിവിഷൻ ഇതിൻ്റെ മൊത്തത്തിലൊരു കോർഡിനേറ്റിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ സൈബർ ഡിവിഷനിൽ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിപുലമായ വിങ്ങുണ്ട്. 10,000-കണക്കിന് അക്കൗണ്ടുകളും മൊബൈൽ നമ്പറുകളും മൊബൈൽ ഫോണുകളും വെബ്സൈറ്റുകളും പ്രൊഫൈലുകളും ഒക്കെയാണ് ഇതുവരെ നമ്മൾ നീക്കം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കപ്പാസിറ്റി ബിൽഡിംഗ്, കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്കുള്ള ട്രെയിനിങ്, സൈബർ സെക്യൂരിറ്റി വിഷയങ്ങളിലുള്ള ട്രെയിനിങ്, ഇതെല്ലാമാണ് പ്രധാനമായിട്ടും സൈബർ ഡിവിഷൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. കേസ് അന്വേഷണം നടത്തുന്നത് ലോക്കൽ ജില്ലാ പോലീസ് മേധാവികളുടെ കീഴിലുള്ള സൈബർ പോലീസ് സ്റ്റേഷനുകളിലാണ് കേസ് അന്വേഷണം നടത്തുന്നത്. അതിന് വേണ്ട സാങ്കേതിക സഹായങ്ങളും ഒക്കെ തന്നെ സൈബർ ഡിവിഷൻ നൽകി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പൊതുവേ കാണേണ്ട ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് സൈബർ കുറ്റകൃത്യങ്ങളുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വെളിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഫിനാൻഷ്യൽ ടെക്നോളജിയിലെ വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൂടി വന്നതുകൊണ്ട് നിമിഷ നേരത്തിൽ പണം ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയും നിലവിലാണ്. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്നും സ്വായത്തമാക്കുന്ന പണം സൈബർ കുറ്റവാളികൾ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്.